നമസ്കാരം. 2018 സെപ്റ്റംബർ 28-നാണ് സുപ്രീം കോടതി ആ സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത്. അതായത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാം. ഇന്ത്യയെ മുഴുവൻ വലിയ വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു വിധിയായിട്ടാണ് അതിനെ കണ്ടത്. പിണറായി വിജയൻ അതിനെ സ്വാഗതം ചെയ്തു, CPM അതിനെ സ്വാഗതം ചെയ്തു. അവർ കേരളത്തിൽ നവോത്ഥാന മതിൽ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ചെലവാക്കി. അങ്ങനെ കേരളത്തിൽ പുതിയ ഒരു സംസ്കാരം ഉണ്ടാവുകയാണ്. അതിൻ്റെ നായകനാണ് പിണറായി വിജയൻ എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ശബരിമലയിൽ പക്ഷേ ഈ സ്ത്രീകളെ കയറ്റാനുള്ള പ്ലാനും പ്രവർത്തനം നടന്നപ്പോഴത്തേക്കും ജനങ്ങൾ ഇളകി മറിഞ്ഞിരുന്നു. NSS പന്തളത്ത് വലിയ തോതിൽ അവിടെ ഘോഷയാത്ര നടത്തി, നാമജപ ഗോപക്ഷേത്ര നടത്തി. അത് പിന്നെ പടർന്നു പിടിച്ചു. കേരളം മുഴുവൻ ജനങ്ങൾ ഏറ്റെടുത്തു. വിശ്വാസികൾ മാത്രമല്ല, എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ ഏറ്റെടുത്ത് പറഞ്ഞു ശബരിമലയിൽ ആചാര ലംഘനം നടത്തരുത്. എന്നാൽ പിണറായി വിജയൻ ധിക്കാരത്തോടെ പറഞ്ഞു, ഇത് പുതുയുഗമാണ്, എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശമാണ്, ഞങ്ങൾ അവിടെ ആളെ കയറ്റും, അതൊരു ചരിത്രമായി മാറും, ഞങ്ങൾ മാറ്റുവൻ ചട്ടങ്ങളെ എന്ന് കുമാരനാശൻ പറഞ്ഞ പോലെ ഞങ്ങൾ അതിന് തയ്യാറാകുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. അങ്ങനെയുള്ള സുപ്രീം കോടതി വിധിയിൽ അന്ന് കൊടുത്ത കേരള ഗവൺമെന്റിന്റെ അഫിഡവിറ്റാണ് ഇത്തരത്തിലുള്ള ഒരു വിധിക്ക് കാരണമായത്. കോടിക്കണക്കിന് രൂപയാണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി പിണറായി വിജയൻ ചെലവഴിച്ചത്. അങ്ങനെ ആ ഘട്ടം കഴിഞ്ഞു. പിന്നീട് ഇതിനെതിരെ നൂറുകണക്കിനുള്ള ഹർജികൾ അവിടെ എത്തി. ആ ഹർജികളുടെ 5-അംഗ ബെഞ്ചിന്റെ ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു വന്നിരുന്നത്. സൂര്യകാന്ത് എന്ന് പറയുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ള ബെഞ്ചായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മറ്റെല്ലാ ജഡ്ജിമാരും റിട്ടയർ ചെയ്തു. 2026 ആകുമ്പോഴത്തേക്കും ജസ്റ്റിസ് സൂര്യകാന്ത്, ഇപ്പോൾ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് അദ്ദേഹം മാത്രമാണുള്ളത്. ഇനി ഇതിനെ മറികടക്കണമെങ്കിൽ 9-അംഗ ബെഞ്ച് വരണം. ഈ 9-അംഗ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യമാണ് നാളെ സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് എടുത്ത നിലപാട്, കേരള ഗവൺമെന്റ് എടുത്ത നിലപാട് നാളെ മാറ്റിമറിക്കുമോ? കേരളത്തിന്റെ സംസ്കാരത്തെയും അതേപോലെ സാമൂഹ്യ വ്യവസ്ഥകളെയും അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തെ അട്ടിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള സ്ത്രീകളെ കയറ്റാനുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് തിരിച്ചടികൾ, ലോക്സഭയിൽ തിരിച്ചടികൾ കിട്ടിയപ്പോൾ, UDF എല്ലാ സീറ്റുകളും കൊണ്ട് പോയപ്പോൾ അവസാനം പിണറായി വിജയന് മനസ്സിലായി, ഇവിടെ കൊണ്ട് നിൽക്കേണ്ടി വരും, ഇല്ലെങ്കിൽ എല്ലാ തരത്തിലും CPM തകർന്നു തരിപ്പണമാകും. 2019 ഇലക്ഷന് ശേഷം 2021 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും വീട് കയറി അവർ മാപ്പപേക്ഷയുമായി എത്തി. അങ്ങനെ മാപ്പപേക്ഷയുമായി എത്തിയ ആളുകൾ വീട് കയറി എല്ലാം ചെയ്തപ്പോൾ അങ്ങനെ 2021 അവർക്ക് ഭരണം തിരിച്ചു കിട്ടിയെങ്കിലും പിന്നീടുണ്ടായ ദുരന്തങ്ങൾ ചെറുതൊന്നുമല്ല. അന്ന് ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു പോലീസ് ഓഫീസറായിരുന്നു പ്രേം ശങ്കർ, അദ്ദേഹത്തിന്റെ പിതാവ്, ശങ്കർദാസ്, ഇവര് രണ്ടുപേരും ഒക്കെ ഉണ്ടായ ദുരന്തം ചെറുതൊന്നുമല്ല. ഏറ്റവും പ്രധാന ദുരന്തം എന്ന് പറയുന്നത് ശങ്കർദാസ് വയസ്സാം കാലത്ത് അത്തും പൊത്തിയുമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ തിരിച്ചടി, അയ്യപ്പന്റെ കോപത്തിന് കാരണം എന്നൊക്കെ പറയുന്നത്. ഇതേപോലെ മുരാരി ബാബുവൊക്കെ അന്ന് ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളിൽ മുന്നിൽ നിന്ന ആൾക്കാരാണ്. അതിൽ ആരൊക്കെയാണോ അതിന് നേതൃത്വം കൊടുത്തത്, ആദ്യം ഇതിനകത്ത് ദേവസ്വം ബോർഡ് എടുത്ത നിലപാടിനെതിരെ ആദ്യം ദേവസ്വം ബോർഡ് കൊടുത്തത് യുവതികളെ കയറ്റാൻ പറ്റില്ല എന്നുള്ള തീരുമാനമാണ്. എന്നാൽ പിന്നീട് പിണറായി വിജയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു യുവതികളെ കയറ്റാമെന്ന്. അങ്ങനെ അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തു, കേരള ഗവൺമെന്റ് കൊടുത്തു. മേലാണ് ഇങ്ങനെ ഒരു വിധി വന്നത്. ഇങ്ങനെ ക്ഷണിച്ചു വരുത്തിയ വിധിയായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ എന്തു ചെയ്യും? അന്ന് NSS ആണ് ഏറ്റവും അധികം എതിർത്തത്. NSSഉം SNDPയും ഒരേപോലെ എതിർത്തിരുന്നു. ഹിന്ദു സംഘടനകളെല്ലാം എതിർത്തിരുന്നു. ആ എതിർത്തതിന് കാരണം അവിടെ 19-50 വയസ്സിനിടയിലുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവർ തീരുമാനം. ഇപ്പോൾ എന്ത് നിലപാടെടുക്കും? ഇപ്പോൾ NSSന് സുവർണാവസരം കിട്ടിയിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുകയാണ്, സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കണം, സ്ത്രീകളെ കയറ്റാൻ ഞങ്ങൾ താല്പര്യമില്ല, ആചാര ലംഘനം നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്യാൻ പോണത്? ഇതെല്ലാവരും കാത്തിരിക്കുകയാണ്. മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത സ്ത്രീകൾക്ക് സമത്വം വേണം, ജാതി മതങ്ങൾക്കപ്പുറം ഏത് മേഖലയിലായാലും
പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ സമത്വം വേണം എവിടെയും. ശബരിമല സന്ദർശനത്തിന്റെ കാര്യത്തിലായും ശരി, ദർശനത്തിന്റെ കാര്യത്തിലായും ശരി, എവിടെയാണെങ്കിലും അങ്ങനെ വേണം എന്നുള്ളതായിരുന്നു അവർ കൊടുത്തിരുന്നത്. ഇപ്പോഴങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പിണറായി വിജയന് കഴിയുമോ? കണ്ടില്ലേ ഓരോ ദിവസം ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്തകൾ. അന്ന് പങ്കെടുത്ത ആൾക്കാരെല്ലാം, ഇതിനു വേണ്ടി വാദിച്ച ആൾക്കാരെ, പത്മകുമാർ തുടങ്ങിയുള്ള ആൾക്കാരെല്ലാം ഇന്ന് ജയിലിലാണ് അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജയിലിൽ കയറാൻ കുറെ ആളുകൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന ആളുകൾക്കിടയിൽ പിണറായി വിജയൻ ഏത് സമയത്താണ് അകത്താവുക എന്നറിയില്ല. പിണറായി വിജയന്റെ ഈ ഭരണം അട്ടിമറിച്ചതിന് കാരണമായി മാറുന്നത് ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ മാത്രമാണ്. അവിടെ നടന്ന വലിയ തോതിലുള്ള തട്ടിപ്പുകൾ കാരണമാണ്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതാണ് അയ്യപ്പന്റെ തിരിച്ചടി എന്ന് പറയുന്നത്. അയ്യപ്പനെ തൊട്ടാൽ തിരിച്ചു പണി കിട്ടും. ഈ ഗവൺമെന്റ് തന്നെ അട്ടിമറിക്കാൻ കാരണമായി തീരുന്നത് അയ്യപ്പന്റെ കോപമാണെന്ന് പറയാൻ പറ്റും. ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ, ഇലക്ഷൻ നടക്കുന്നത് വരെ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും, ദിവസേന ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ 9 അംഗ ബെഞ്ചിന്റെ പുതിയ ബെഞ്ച് രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉണ്ടാവുന്ന വാദപ്രതിവാദം ഇലക്ഷന് മുമ്പാണെങ്കിൽ അത് തീർച്ചയായും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അന്ന് പാർട്ടിയോടൊപ്പം നിന്ന ആളുകൾ ഇപ്പോൾ പറയുകയാണ് പിണറായി വിജയൻ ഇനി സ്ത്രീകളെ കയറ്റണ്ട എന്ന് തീരുമാനമെടുത്ത് അപ്ഡേറ്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അന്ന് നിന്ന ആളുകളെല്ലാം തന്നെ എന്താവും? പിണറായി വിജയനെതിരാവും, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരാവും. കൃത്യമായി നിലപാടില്ലാത്ത പാർട്ടിയായി എല്ലാത്തും ചാപ്പകുത്തും. ഇതിനെക്കുറിച്ചാണ് VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഒന്നുകിൽ അവര് കൊടുക്കുക, ഞങ്ങൾ സ്ത്രീകളെ കയറ്റുമെന്ന്, അല്ലെങ്കിൽ സ്ത്രീകളെ കയറ്റില്ല എന്ന് പറയുന്ന അഫിഡവിറ്റ് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് കൊടുത്താലേ പറ്റുള്ളൂ. ആ അഫിഡവിറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ വെല്ലുവിളിക്കാണ് എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. VD സതീശന്റെ വാക്കുകൾ കേൾക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് മാറുമല്ലോ, UDF ഗവൺമെന്റ് വരുമ്പോൾ UDFന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. ആ സ്റ്റാൻഡ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് പറയും. ഇവർ കൊടുത്തില്ലെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്താണ് ഒന്നാം പിണറായി സർക്കാർ എടുത്തത്. പക്ഷെ അതിൽ ശക്തിയായ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം പതുക്കെ അതിൽ നിന്ന് പിൻവലിഞ്ഞു. പിന്നീട് വീടുകളിൽ കയറി മാപ്പ് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി എല്ലാത്തിൽ നിന്നും പിന്മാറുകയാണ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇതിൽ ഒളിച്ചുകളി പറ്റില്ല, ഇത് അരകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ ഈ അഫിഡവിറ്റിൽ അവർ ഉറച്ചു നിൽക്കുക. ഇനി അനുകൂലിക്കുന്നില്ല, നേരത്തെ ക്ഷമ ചോദിച്ചതാണ്, മാപ്പ് പറഞ്ഞതാണ്, അന്നത്തെ ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് അത് തെറ്റുപറ്റിപ്പോയി എന്നെല്ലാം പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അഫിഡവിറ്റ് പിൻവലിക്കണം. ഏതെങ്കിലും ഒരു നിലപാട് വേണം. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ സ്റ്റാൻഡ് എന്ന് വ്യക്തമാകാൻ പോകുന്നത്. അവർ തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് മാറുമല്ലോ, UDF ഗവൺമെൻറ് വരുമ്പോൾ UDFന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. ആ സ്റ്റാൻഡ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് പറയും. ഇവർ കൊടുത്തില്ലെങ്കിൽ. പക്ഷെ നാളെ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ സർക്കാരിൻ്റെ അഫിഡവിറ്റിൽ, സർക്കാർ നേരത്തെ കൊടുത്ത അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് വ്യക്തമാക്കണം. അത് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. അയ്യപ്പൻ്റെ പേരിലാണ് മുഴുവൻ കളവ് നടന്നത്, കൊള്ള നടന്നത്, അതിക്രമം നടന്നത്, ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് കേസെടുത്തത്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി കോടികളാണ് അയ്യപ്പൻ്റെ പേരിൽ അടിച്ച് CPM മാറ്റിയിരിക്കുന്നത്. CPM ലീഡർഷിപ്പ് അതിൻ്റെ അകത്ത് ഇൻവോൾവാണ്. എന്നിട്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ശ്രമിച്ചു. എന്നിട്ട് ഇപ്പോൾ കൈകഴുകി മാറുകയാണ്. അയ്യപ്പ സംഗമത്തിൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്ന് ദേവസ്വം മന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. അതുവരെ സർക്കാർ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. സർക്കാരിന് അതിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ആഗോള അയ്യപ്പ സംഗമം എന്ന് ഹോർഡിങ്സ് വെച്ചത്? കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഹോർഡിങ്സ് വെച്ചത്. മുഖ്യമന്ത്രി അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തു. ദേവസ്വം ബോർഡിനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്, സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് സർക്കാരും തമ്മിൽ എന്താ ബന്ധമില്ലേ? സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്, CPMൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അവർ നടത്തിയ കള്ളക്കണക്കുകൾ ആണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. പരസ്പരം യോജിക്കാത്ത രീതിയാണ്. കോടികളാണ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതിൽ നിന്നും കൈകഴുകാൻ നോക്കിയാണ്. ശബരിമല വിടാതെ ഈ സർക്കാരിനെ പിന്തുടരുകയാണ്. കാരണം അത്രമാത്രം ക്രമക്കേടുകളും
അത്രമാത്രം വൃത്തികേടുകളും അത്രമാത്രം വലിയ കൊള്ളയുമാണ് CPM-ന്റെ നേതൃത്വത്തിൽ ശബരിമല നടന്നിരിക്കുന്നത്. അതുകൊണ്ട് വിടാതെ പിന്തുടരുകയാണ്. അപ്പോൾ ഇവരെ ഈ ഒഴിഞ്ഞു കളയാനോ അല്ലെങ്കിൽ അഴകുഴമ്പൻ മറുപടി പറയാനൊന്നും പറ്റില്ല. ഒന്നുകിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ്, സ്ത്രീകളെ കയറ്റണം, അതാണ് CPM-ന്റെ നിലപാടാണ്, LDF-ന്റെ നിലപാടാണ്, സർക്കാരിൻ്റെ നിലപാടാണെന്ന് ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ മാറിയ സാഹചര്യത്തിൽ അഫിഡവിറ്റ് മാറ്റി കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും. അല്ലല്ല, അപ്പം അതിൻ്റെ അർത്ഥം തീരുമാനം ഇല്ലെന്നല്ലേ. അഫിഡവിറ്റ് മാറി അഫിഡവിറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അഫിഡവിറ്റ് നാളെ കൊടുക്കാമല്ലോ. ഇത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഒരു അഫിഡവിറ്റ് അന്നത്തെ ഡേറ്റിൻ്റെ അഫിഡവിറ്റിൻ്റെ റെഫറൻസ് വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മതിയോ തയ്യാറാക്കാൻ? അഫിഡവിറ്റ് അല്ല, പറയട്ടെ നാളെ നമുക്ക് അറിയാമല്ലോ എന്താ ചെയ്യാൻ പോണെന്ന്. അല്ല, ഉറപ്പല്ലേ? നാളെ വരുമ്പോൾ ഈ നിലപാടല്ല സർക്കാരിന്റെ നിലപാട് മാറി എന്ന് പറയണമെങ്കിൽ അഫിഡവിറ്റ് നാളെ ഫയൽ ചെയ്യണമല്ലോ, വേണ്ടേ? ചെയ്യട്ടെ, ചെയ്ത നല്ല കാര്യം, ചെയ്യട്ടെ. അപ്പൊ അതിൽ നിന്ന് പിന്മാറി എന്ന് ക്ലിയർ ആയല്ലോ. അതായത് ഇവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അവർ പറയട്ടെ. നാളെ എന്തായാലും അഫിഡവിറ്റ് കൊടുക്കണമല്ലോ. സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് മാറി. ഞങ്ങൾ നേരത്തെ കൊടുത്ത അഫിഡവിറ്റിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു. സാമൂഹ്യ സാഹചര്യങ്ങൾ അതിനെതിരാണ്, സോഷ്യൽ സിറ്റുവേഷൻ. അതിലിപ്പോൾ നാളെ UDF ഗവൺമെൻറ് വന്നാലും അതല്ലേ പറയുള്ളൂ. സാമൂഹ്യ സാഹചര്യങ്ങൾ നേരത്തെ ഗവൺമെൻറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലേ. ആ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിനോട് യോജിപ്പില്ല, സാമൂഹ്യ സാഹചര്യങ്ങൾ മറ്റാണ്, ഇതിന് അതിശക്തമായ എതിർപ്പുണ്ട്, അതുകൊണ്ട് ഈ കോടതി വിധി നടപ്പാക്കരുത് എന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. ഇന്നല്ലേ അഫിഡവിറ്റ് കൊടുക്കണ്ടേ, അത് കൊടുക്കട്ടെ, അപ്പോൾ അറിയാം. അതൊന്നുമില്ല, അതൊക്കെ അതേപോലെ തന്നെ പോയി. ഞാൻ ചോദിക്കട്ടെ, വളരെ സിമ്പിളല്ലേ. 3 CPM നേതാക്കന്മാർ ജയിലിലാണ് സ്വർണം കട്ടതിന്, 2019-ലും 24-ലും. രണ്ടും പിണറായി സർക്കാരിൻ്റെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും. രണ്ടും അവരുടെ ദേവസ്വം ബോർഡുകളുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ് രണ്ടും. അതാണല്ലോ പത്മകുമാറും N. വാസുവും ഒക്കെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. പ്രശാന്തും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. ഈ കോൺഗ്രസ്സുകാർ വെച്ചാലല്ലോ, അവരാണ് അതിൻ്റെ അകത്ത് ഉത്തരവാദികൾ. അല്ലാതെ അതിന് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ദേവസ്വം ബോർഡിന് പുറത്ത് നിൽക്കുന്ന ആൾ. അപ്പോൾ ഇത് പെട്ടുപോയി CPM. അപ്പോൾ ആരെങ്കിലുമൊക്കെ വലിച്ചതിൻ്റെ അകത്തേക്ക് ഇടാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത പടം അന്വേഷിച്ച് പോവാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ്റെ പടമുണ്ട്. ഞങ്ങൾ പിണറായി വിജയനെ പറഞ്ഞോ, ഇതിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞോ, എവിടെയെങ്കിലും വെച്ച് പറഞ്ഞോ? അത് അദ്ദേഹം ഇയാൾ കള്ളനാണെന്ന് അറിയുന്നതിന് മുമ്പ് എടുത്തതുകൊണ്ട്